ഓം നമ ശിവായ. നാളെ ശുഭമാണോ എന്നുള്ള പ്രതിദിന ജ്യോതിഷ പരമ്പരയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും വളരെ സ്നേഹത്തോടെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ അധ്യായത്തിൽ 2024 നവംബർ മാസം 14-ാം തീയതി വ്യാഴാഴ്ച ദിവസത്തെ ജ്യോതിഷപരമായ കാര്യങ്ങളാണ് പ്രിയപ്പെട്ടവരുമായിട്ട് പങ്കുവയ്ക്കുന്നത്. 2024 നവംബർ മാസം 14-ാം തീയതി വ്യാഴാഴ്ച ദിവസം എന്നുള്ള തീയതി മലയാള തീയതിയിൽ പറഞ്ഞാൽ 1200-ാം ആണ്ട് തുലാമാസം 29-ാം തീയതിയാണ്. അതുപോലെ തന്നെ ഇന്ത്യൻ തീയതി പ്രകാരം കാർത്തിക മാസം 23-ാം തീയതിയാണ്. സൂര്യോദയമാകട്ടെ രാവിലെ 6:17 അസ്തമയമാകട്ടെ വൈകുന്നേരം 5:55 അതുപോലെ തന്നെ തിഥി ത്രയോദശി തിഥിയാണ്. ത്രയോദശി തിഥിയിലാണ് പ്രദോഷ സന്ധ്യാവ്രതം എടുക്കുക എന്നുള്ളതും പ്രിയപ്പെട്ടവർ അറിഞ്ഞുകൊള്ളുക. പ്രദോഷ സന്ധ്യാവ്രതം എടുക്കേണ്ടവർക്ക് വൈകുന്നേരം 5 മുതൽ 8 മണി വരെ, രാത്രി 8 മണി വരെയുള്ള സമയത്ത് വ്രതം എടുക്കാവുന്നതാണ്. ഇനി പ്രദോഷ വ്രതമായിട്ട് പകൽ മുഴുവൻ എടുക്കേണ്ടവർക്ക് അങ്ങനെയും ചെയ്യാവുന്നതാണ്. ഉദയത്തിന് മുമ്പ് തന്നെ അത് തുടങ്ങാവുന്നതാണ്. രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധിയായി പ്രദോഷ വ്രതം എടുക്കാവുന്നതാണ്. സന്ധ്യാവ്രതം മാത്രമാണ് എടുക്കുന്നതെങ്കിൽ വൈകുന്നേരം 5 മണി മുതൽ രാത്രി 8 മണി വരെയുള്ള സമയത്ത് വ്രതമെടുക്കുക, ക്ഷേത്ര ദർശനം നടത്തുക. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. ഉദയാൽപരം നക്ഷത്രം അശ്വതി നക്ഷത്രമാണ്. വ്യാഴാഴ്ച ദിവസത്തെ ഉദയാൽപരം നക്ഷത്രം അശ്വതി നക്ഷത്രമാണ്. അശ്വതി നക്ഷത്രം ആരംഭിക്കുന്ന സമയം വ്യാഴാഴ്ച പുലർച്ചെ 3:12 അശ്വതി നക്ഷത്രം അവസാനിക്കുന്ന സമയം വെള്ളിയാഴ്ച 34 AM എന്നുള്ള സമയത്താണ്. അതായത് വ്യാഴാഴ്ച അർദ്ധരാത്രി കഴിഞ്ഞുള്ള, വ്യാഴാഴ്ച അർദ്ധരാത്രി എന്ന് പറഞ്ഞാൽ 12 മണിയാണ്. 12 മണി കഴിഞ്ഞുള്ള 34 AM, വെള്ളിയാഴ്ച 34 AM എന്നുള്ള സമയത്താണ് അശ്വതി നക്ഷത്രം അവസാനിക്കുന്നത്. അപ്പോൾ ഈ സമയത്ത് ജനിക്കുന്ന കുട്ടികൾ അശ്വതി നക്ഷത്ര ജാതകരാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അശ്വതി നക്ഷത്രം എന്ന് പറയുന്നത് മേടക്കൂറിൽപ്പെട്ട ദേവഗണത്തിൽപ്പെട്ട പുരുഷ നക്ഷത്രമാണെന്ന് പ്രിയപ്പെട്ടവർക്ക് അറിയാമല്ലോ. അശ്വതി നക്ഷത്രപ്രകാരം വ്യാഴാഴ്ച ദിവസം ഏതൊക്കെ നാളുകാരുടെ ജീവിതത്തിലാണ് അനുകൂലമായ നല്ല അനുഭവങ്ങൾ വന്നു ചേരുക എന്നുള്ളതാണ് ഇനി പറയുന്നത്. അവിട്ടം, പൂരുട്ടാതി, രേവതി, ആയില്യം, മകം, മൂലം, പൂരാടം എന്നീ 7 നാളുകാരുടെ ജീവിതത്തിൽ അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുന്നൊരു ദിവസമാണ് അശ്വതി നക്ഷത്രപ്രകാരം. 27 നാളുകളിൽ ജനിച്ചവരുടെ ജീവിതത്തിൽ അവിട്ടം, പൂരുട്ടാതി, രേവതി, ആയില്യം, മകം, മൂലം, പൂരാടം എന്നീ നാളുകാർക്കാണ് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുക എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. അപ്പോൾ പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരുവാൻ സാധ്യതയുള്ളത്, അശ്വതി നക്ഷത്രപ്രകാരം പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരുവാൻ സാധ്യതയുള്ളത് ചതയം, ഉത്രട്ടാതി, തിരുവോണം, കേട്ട, അനിഴം, വിശാഖം, കാല് എന്നീ നാളുകാരുടെ ജീവിതത്തിലാണെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. അപ്പോൾ ഈ നാളുകാരൊക്കെ സൂക്ഷിക്കണം. അവരുടെ ജീവിതത്തിൽ ഏതെങ്കിലും വിധത്തിലുള്ള പ്രതിസന്ധികളൊക്കെ വന്നു ചേരുവാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. ചതയം, ഉത്രട്ടാതി, തിരുവോണം, കേട്ട, അനിഴം, വിശാഖം, കാല് എന്നീ നാളുകാരുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിലുള്ള പ്രതികൂലമായ അനുഭവങ്ങൾ വ്യാഴാഴ്ച ദിവസം വന്നു ചേരാൻ സാധ്യതയുണ്ട്. ഒരുപക്ഷെ പ്രിയപ്പെട്ടവർക്ക് നല്ല ആരോഗ്യം ഉണ്ടായിരിക്കാം, ജോലിക്ക് പോയെന്നിരിക്കാം, അതുപോലെ തന്നെ കയ്യിൽ കാശുണ്ടായിരുന്നിരിക്കാം, ഭാര്യയും ഭർത്താവും നല്ല സ്നേഹത്തിലായിരിക്കാം. ഏതെങ്കിലും വിധത്തിലുള്ള ഒരു ആപത്ത് അവരെ ടെൻഷൻ അടിപ്പിക്കാനോ കരയിപ്പിക്കാനോ പ്രതിസന്ധിയിലാക്കുവാനോ ഉള്ള ഏതെങ്കിലും വിധത്തിലുള്ള ഒരു സാഹചര്യം അവരിൽ വന്നു ചേരാൻ ഇടയുണ്ട്. അതുകൊണ്ട് സൂക്ഷിക്കണം എന്നുള്ളതാണ് ജ്യോതിഷം മുന്നറിയിപ്പായിട്ട് പറയുന്ന കാര്യം. അതിനുവേണ്ടിയാണല്ലോ ഈ വീഡിയോ പ്രിയപ്പെട്ടവർക്കായിട്ട് നിത്യവും ചെയ്യുന്നത് തന്നെ. അപ്പോൾ അത് മനസ്സിലാക്കുക, അപ്പോൾ സൂക്ഷിക്കുക. ഇനി വ്യാഴാഴ്ച ദിവസത്തെ ശുഭസമയം പറഞ്ഞുതരാം. ശുഭകാര്യങ്ങൾ വ്യാഴാഴ്ച ദിവസം ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കായിട്ടുള്ള ശുഭസമയം പറഞ്ഞുതരാം. വ്യാഴാഴ്ച ദിവസം രാവിലെ 6:17 മുതൽ 7:47 വരെയുള്ള സമയം ശുഭസമയമാണ്. പിന്നീട് 10:47 മുതൽ ഉച്ചകഴിഞ്ഞ് 1:47 വരെയുള്ള സമയവും ശുഭസമയമാണ്. ഈ ശുഭസമയങ്ങൾ പൊതുവായിട്ടുള്ള ശുഭസമയമാണ്. ഇതര മതസ്ഥരൊക്കെ ഇപ്പോൾ ഈ വ്യാഴാഴ്ച ദിവസമൊക്കെ അവരുടെ വിവാഹങ്ങളൊക്കെ നടത്തുന്നതും ഈ 10:47 മുതൽ ഉച്ചകഴിഞ്ഞ് 1:47 വരെയുള്ള സമയത്തിനിടയ്ക്കാണ്. അപ്പോൾ അവർ സമയം നോക്കാതെയും കാര്യങ്ങൾ ചെയ്യുന്നു, നമ്മൾ സമയം നോക്കിയും കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പോൾ ഇതാണ് പ്രത്യേകത, പൊതുവായിട്ടുള്ള സമയമാണ്. ഇനി ലഗ്നമൊക്കെ കണ്ടുപിടിച്ച് അങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ അതിന് പ്രത്യേകിച്ച് നക്ഷത്രപ്രകാരമുള്ള സമയമൊക്കെ നോക്കി വേണം ചെയ്യാൻ എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. ഇനി ഈ അധ്യായത്തിൽ പ്രിയപ്പെട്ടവരായിട്ട് പങ്കുവയ്ക്കുന്ന വിഷയം സംഖ്യാശാസ്ത്രമാണ്. സംഖ്യാശാസ്ത്രപ്രകാരം തീയതി വെച്ച് പറയുന്ന സംഖ്യാശാസ്ത്രമാണല്ലോ. അപ്പോൾ സംഖ്യാശാസ്ത്രപ്രകാരം വ്യാഴാഴ്ച ദിവസം തീയതി വരുന്നത് 14 ഒറ്റസംഖ്യ ആക്കുമ്പോൾ 5 വരും. ഏതൊരുമാസത്തെയും 5, 14, 23 എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരുന്നൊരു ദിവസമാണ് വ്യാഴാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. നിരാശപ്പെടാതെ ഇളം നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കുക. അങ്ങനെ ഇളം നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നവരുടെ പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ EHNX എന്നീ അക്ഷരങ്ങളുണ്ടെങ്കിൽ അവർക്ക് ഉത്തമമായ നല്ല അനുഭവങ്ങൾ വന്നു ചേരുമെന്ന് സംഖ്യാശാസ്ത്രം പറയുന്നു. ഇനി പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ EHNX എന്നീ അക്ഷരങ്ങളില്ലാത്തവർ
ഇളം നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ അവരുടെ ജീവിതത്തിൽ സാമാന്യമായ നല്ല ഫലങ്ങളും വന്നു ചേരുമെന്നും സംഖ്യാജ്യോതിഷം പറയുന്നുണ്ട്. അപ്പോൾ സംഖ്യാജ്യോതിഷത്തിൽ വിശ്വസിക്കുന്നവർക്ക് ഇക്കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുക. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. തുടർച്ചയായിട്ട് എല്ലാ ദിവസവും വീഡിയോ കാണുവാൻ ശ്രമിക്കുക. ഇനി നക്ഷത്രഫലം മറ്റൊരു വീഡിയോ ആയിട്ടാണ് പ്രിയപ്പെട്ടവർക്കായിട്ട് പബ്ലിഷ് ചെയ്യുന്നത്. ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും മഹാദേവൻ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. നക്ഷത്രഫലം പബ്ലിഷ് ചെയ്യുന്ന ആ വീഡിയോയും പ്രിയപ്പെട്ടവർ കാണണമെന്ന് ഞാൻ ഈ സമയത്ത് ഓർപ്പിക്കുന്നു. അപ്പോൾ മഹാദേവൻ്റെ അനുഗ്രഹം തീർച്ചയായിട്ടും എല്ലാവരുടെ മേൽ ഉണ്ടായിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ്.